അടുത്തതായി വിൻസൻ മാഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിൻസൻ മാഷ്ക്ക് ഉപകാരം നൽകുന്നതിനായി മഹേഷിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മാഷെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട 2000 ബാച്ച് വിദ്യാർത്ഥികളെ, എൻ്റെ ശബ്ദം പണ്ടത്തെ അത്ര സുഖകരമല്ല. ഒരുപക്ഷെ പണ്ട് കുറേ ബഹളുണ്ടാക്കിയതിൻ്റെ ഫലമായിരിക്കാം. അപ്പോൾ ഏതായാലും ഈ സന്ദർഭത്തിൽ കൂടുതൽ പറയേണ്ട കാര്യവുമില്ല. 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. 2 വർഷം മുമ്പ് നിങ്ങൾ ഒരു പരിപാടി നടത്തിയത് നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഈ 2025, അതായത് നിങ്ങളുടെ 25ാമത്തെ ഈ സിൽവർ ജൂബിലി സംഭവം ഒരു മഹാസംഭവമാക്കി മാറ്റിയെന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. കാരണം ഇത്രയും വിപുലമായി, ഇത്രയും ഗംഭീരമായി, ഇത്ര വലിയൊരു ഓഡിറ്റോറിയത്തിൽ ഇത് നടത്തിയത് ഒരുപക്ഷെ നിങ്ങളായിരിക്കും ആദ്യമായിട്ട്. അത് തീർച്ചയായിട്ടും എടുത്ത് പറയേണ്ടതാണ്. പിന്നെ ഒരു കാര്യം കൂടിയുള്ളത്, ഇങ്ങനെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഒരുപക്ഷെ ഇതിനു മുമ്പ് ഇത്രയും നന്നായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ ആളുകളുടെ ഭാഗഭാഗിത്വത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ച അത്ര ആളുകൾ നിങ്ങൾ എത്തിയിട്ടില്ല. ഒരുപക്ഷെ 2 വർഷം മുമ്പ് കൂടിയതിൻ്റെ ആ ഒരു എന്താ പറയുക വിരസത വീണ്ടും ആവർത്തിക്കേണ്ടതെന്ന് വെച്ചിട്ട് പലരും മാറി നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒഴിവുകളില്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഏതായാലും ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങളെ ഇങ്ങനെ ഒത്തുകൂടി കാണുന്നത് അത് തന്നെയാണ് അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം. വർഷങ്ങൾക്ക് മുമ്പ് എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങളെ കാണുമ്പോൾ മുഖപരിചയം ഉള്ളവരെ തീർച്ചയായിട്ടും പെട്ടെന്ന് ഓടിച്ചെന്ന് സംസാരിക്കാൻ തോന്നും. ഇല്ലാത്ത ഒരുപാട് പേരുണ്ടാവും, അറിയാണ്ട് മാറി നിൽക്കുന്നവരുണ്ടാവും. പല കുട്ടികളും കണ്ടു കഴിയുമ്പോൾ എന്നെ മനസ്സിലായിട്ട് എന്താ മാഷ് അല്ലെങ്കിൽ ടീച്ചർ മിണ്ടാത്തതെന്ന് വിചാരിച്ച് മാറിയിരിക്കുന്നുണ്ടാവും. പക്ഷെ സത്യം അതല്ല, മനസ്സിലാകാണ്ടാണ്. പക്ഷെ പലരും ഓടി വന്ന് വിവരം പറയാറുണ്ട്. ഞാൻ ദീപ്തിയിൽ പഠിച്ച ആളാണ്, അല്ലെങ്കിൽ മാഷ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഒരു അധ്യാപകനെ അല്ലെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം. അത് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, വർഷങ്ങളോളം പഠിപ്പിച്ചിട്ട് പല ബാച്ചുകളും കടന്നു പോയെങ്കിലും എനിക്കും മേരി ടീച്ചർക്കും ഏറ്റവും താല്പര്യമുള്ള ഇഷ്ടമുള്ള ബാച്ച് നിങ്ങളുടേതാണ്. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം. ഞങ്ങളുടെ മകള് നിങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നു, അതൊരു പ്രധാന കാരണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് വന്ന് വിളിച്ചപ്പോൾ ഞാൻ ബിപിൻ ദാസിനോട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടും മോള് നിർബന്ധിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ കാരണം ഇതാണ്, തീർച്ചയായിട്ടും നിങ്ങളോടുള്ള പ്രത്യേക സ്നേഹവും വാത്സല്യവുമാണ്. അപ്പോൾ ഇനിയും നമുക്ക് ഉടനെ വേണ്ട, കുറച്ച് സമയം കഴിഞ്ഞിട്ട് മതി. ഈ 2 വർഷം എന്നുള്ളത് 4-5 വർഷം കഴിഞ്ഞിട്ട് മതി തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. താങ്ക് യു.